ഡീസലോ വൈദ്യുതിയോ ഉപയോഗിക്കാതെ ഓടുന്ന ഒരു ട്രെയിനിനെ സങ്കല്പിക്കാൻ സാധിക്കുമോ? ഡീസൽ എഞ്ചിന് പകരം ട്രെയിനിൽ തന്നെ ഒരു ചെറിയ വൈദ്യുത നിലയം. ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ഇന്ധനങ്ങളിലൊന്നായ ഹൈഡ്രജൻ ഉപയോഗിച്ചാണ് അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ നേരിട്ട് പുറത്തുവരുന്ന ഉപോൽപ്പന്നങ്ങൾ ജലബാഷ്പവും ചൂടും മാത്രം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് ഭാവിയിലെ സാങ്കേതികവിദ്യയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ആ ഭാവി ഇപ്പോൾ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശുദ്ധവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ല്. കൽക്കരി തീവണ്ടി മുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് വരെ എത്തി നിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ നീണ്ട 173 വർഷത്തെ ചരിത്രത്തിലെ സുപ്രധാന ഏടായി രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിന്ദ് സോനിപത്ത് റൂട്ടിൽ തുടങ്ങിയ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. रेलवे के इतिहास पर नजर डालें तो पाते हैं कि 19वीं सदी के रेलवे की पहचान स्टीम इंजन से बने थे. 20वीं सदी की पहचान डीजल और बिजली से चलने वाली रेल बनी और अब 21वीं सदी की रेल हाइड्रोजन से चलने वाली है. आज भारतीय रेल ने भी 21वीं सदी की इस टेक्नोलॉजी में एक बड़ा स्टेप लिया है. ഇന്ത്യൻ റെയിൽവേ 21ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യയിൽ വൻ മുന്നേറ്റം നടത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. വളരെ കുറച്ചു രാജ്യങ്ങൾക്ക് മാത്രമേ ഹൈഡ്രജൻ ട്രെയിനുകൾ യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അവയിൽ പലതും പ്രാഥമിക ഘട്ടത്തിലാണ്. 3-4 കോച്ചുകൾ മാത്രം ഉൾക്കൊള്ളുന്ന അന്താരാഷ്ട്ര എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ 10 കോച്ചുകളുള്ള ഹൈഡ്രജൻ ട്രെയിൻ ഓടിച്ചുകൊണ്ട് ഇന്ത്യ അതിന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ്ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡോടെയാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലിറങ്ങുന്നത്. ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയും ഇതോടെ എത്തിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. जो इसीलिए संभव हो पाई क्योंकि भारत के नेतृत्व ने एक ऐसा बड़ा संकल्प लिया कि हाइड्रोजन की पूरी टेक्नोलॉजी देश में विकसित करेंगे और आज ये दिन उस संकल्प की सिद्धि का दिन है. നമോ ഗ്രീൻ റെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിൻ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തതാണ്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നത്. 2 പവർ കാറുകളിലായി ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളും ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയും അടങ്ങുന്ന 4 സെറ്റ് ഇന്റഗ്രേറ്റഡ് പവർ പാക്കുകളാണ് ഊർജ്ജകേന്ദ്രം. ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനും സംയോജിപ്പിച്ചാണ് ഫ്യൂവൽ സെൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. ഉപോൽപ്പന്നമായി നീരാവി മാത്രമേ പുറന്തള്ളപ്പെടുന്നുള്ളൂ. വളരെ കുറഞ്ഞ ശബ്ദം മാത്രമേ ട്രെയിനിനുണ്ടാകൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രജൻ പാസഞ്ചർ ട്രെയിനുകളിൽ ഒന്നായ നമോ ഗ്രീൻ റെയിലിൽ 2 ഡ്രൈവിംഗ് പവർ കാറുകളും 8 പാസഞ്ചർ കോച്ചുകളുമടക്കം 10 കോച്ചുകളുണ്ട്. ഒരേ സമയം 2600 യാത്രക്കാർക്ക് സഞ്ചരിക്കാനാവും. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാം. ജിന്ദ് സോനിപത്ത് സർവീസിന് ആവശ്യമായ ഇന്ധനം തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ അത്യാധുനിക ഹൈഡ്രജൻ ഉത്പാദന റീഫ്യൂവലിംഗ് പ്ലാന്റും സ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കുന്ന ഇലക്ട്രോലിസിസ് പ്രക്രിയയാണ് ജിന്ദിലെ പ്ലാന്റിൽ നടക്കുക. ഇതിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നായതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ഈ പ്ലാന്റിൽ കംപ്രസ് ചെയ്ത രൂപത്തിൽ ഒരേ സമയം 3000 കിലോഗ്രാം ഹൈഡ്രജൻ സംഭരിക്കുവാനും ട്രെയിനുകളിലേക്ക് അതിവേഗം വിതരണം ചെയ്യുവാനുമുള്ള സംവിധാനങ്ങളുണ്ട്. കൽക്കരിയും ഡീസലും വൈദ്യുതിയും കടന്ന് ഭാവിയുടെ ഇന്ധനമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഹൈഡ്രജൻ യുഗത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ എത്തിയിരിക്കുന്നു.
നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായി നടപ്പിലാക്കിയ ഈ പദ്ധതി ഇന്ത്യയുടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ ലക്ഷ്യങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് പകരുന്നത്.